നമ്മുടെ സൗഹൃദയാത്രയിൽ നാം ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചു പോകെ പലപ്പോഴും കഥകളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ഇന്ന് നമ്മുടെ ഈ യാത്ര അങ്ങനത്തെ ഒരു കഥയിലൂടെയാകാം. നമുക്ക് കഥയിലെ മുഖ്യ കഥാപാത്രത്തെ പരിചയപ്പെടാം. ഒരു യുവാവാണ്. അദ്ദേഹം ഒരു ശില്പിയാണ്. ശില്പിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് കച്ചവടം ചെയ്യുന്നതാണ് താല്പര്യം. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാണ്ട് കലുഷിതമായിരിക്കുന്നു. മനസ്സ് നിറയെ ചിന്തകളാണ്. എന്ത് ചെയ്താൽ തൻ്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികൾ, വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ ഒന്ന് മാറ്റാൻ കഴിയും എന്നന്വേഷിച്ച് അദ്ദേഹം ഒടുവിൽ ഒരു ബുദ്ധ സന്യാസിയുടെ അടുത്തെത്തി. അദ്ദേഹം ബുദ്ധ സന്യാസിയോട് പറഞ്ഞു, ഗുരു, എൻ്റെ മനസ്സ് നിറയെ ചിന്തകളാണ്. എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല. എൻ്റെ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ചുള്ള ചിന്തകൾ, നാളെ എങ്ങനെയാകുമെന്നുള്ള ചിന്തകൾ, അവ എനിക്ക് സ്വൈര്യം തരാറില്ല. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. വളരെയേറെ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ചു നാൾ മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അതെൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കളഞ്ഞു. ഞാനൊരു ശില്പിയാണ് എങ്കിൽ കൂടി എനിക്ക് കച്ചവടം ചെയ്യാനാണ് ഏറെ താല്പര്യം. കുറച്ചു നാൾ മുൻപ് ഒരു കച്ചവടം ചെയ്യാനായി ഞാൻ തീരുമാനിക്കുകയും അതിനു വേണ്ട പണം എൻ്റെ മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ എന്നെ ഏറെ നിരുത്സാഹപ്പെടുത്തി. ഇത് ചെയ്യേണ്ടതില്ല, അത് ശരിയാകില്ല എന്നെ ഒരുപാട് ഉപദേശിച്ചു. എൻ്റെ നാട്ടിലുള്ളവരും എന്നോട് ഇത് തന്നെ പറഞ്ഞു. പക്ഷേ അവരെ ഒന്നും വകവയ്ക്കാതെ ഞാൻ ഒരുപാട് വഴക്കിട്ട് മാതാപിതാക്കളിൽ നിന്ന് ആ പണം വാങ്ങുകയും കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ കച്ചവടം മോശമാവുകയും എനിക്ക് ഇരട്ടി കടക്കാരനാവുകയും ചെയ്തു. എൻ്റെ മാതാപിതാക്കൾ, എനിക്ക് ചുറ്റുമുള്ളവർ, അവരൊക്കെ അവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ വല്ലാണ്ട് മാനസികമായി തകർത്തു. ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല. എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഞാൻ ചെയ്താൽ അവ പഴയതുപോലെ ആകുമോ എന്നുള്ള ചിന്ത, ചെയ്യാതിരുന്നാൽ എൻ്റെ നാളെ എങ്ങനെ ആകുമെന്നുള്ള വേവലാതി, ഇതെനിക്ക് മനസ്സമാധാനം തരുന്നില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഈ ചിന്തകൾ ഒഴിയാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇത് കേട്ട ബുദ്ധ സന്യാസി യുവാവിനോട് പറഞ്ഞു, താങ്കളുടെ മനസ്സിലെ ചിന്തകൾ അത് താങ്കൾ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇല്ലായ്മയാക്കാൻ പറ്റുകയുള്ളൂ. മറ്റാരെ കൊണ്ടും അത് സാധിക്കില്ല. എങ്കിലും ഞാൻ താങ്കൾക്ക് ഒരു ഉപായം പറഞ്ഞു തരാം. തൻ്റെ കയ്യിലിരുന്ന മൺകുടം യുവാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സന്യാസി പറഞ്ഞു, അവിടെ കുറച്ച് ഉരുളൻ കല്ലുകൾ കിടപ്പുണ്ട്. താങ്കൾ അവയിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ടവ ഈ കുടത്തിനകത്തേക്ക് നിറയ്ക്കുക. യുവാവ് സന്യാസിയുടെ കയ്യിൽ നിന്നും ആ മൺകുടം വാങ്ങിയിട്ട് അതിലേക്ക് കല്ലുകൾ നിറയ്ക്കാൻ തുടങ്ങി. മൺകുടം നിറഞ്ഞു. പിന്നീട് കല്ലുകളിടാൻ ശ്രമിച്ചെങ്കിലും അത് തെറിച്ചു പോവുകയായിരുന്നു. ഇത് കണ്ട സന്യാസി യുവാവിനോട് പറഞ്ഞു, ഇതുപോലെയാണ് താങ്കളുടെ മനസ്സും. താങ്കൾ അതിലേക്ക് ചിന്തകൾ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയതൊന്ന് എടുത്തു മാറ്റാതെ പുതിയൊരു ചിന്ത അതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. യുവാവ് പറഞ്ഞു, ഗുരു, എനിക്കതറിയാം. എൻ്റെ മനസ്സ് നിറയെ ചിന്തകളാണ്. ഒരു ചിന്ത അത് മാറ്റിയിട്ടേ എനിക്ക് പുതിയ ആശയം അവിടെ വെക്കാൻ കഴിയൂ എന്നും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഈ ചിന്തകൾ മാറ്റേണ്ടത്? എപ്രകാരമാണ്? സന്യാസി എല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് യുവാവിനോട് പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യുക. താങ്കളുടെ കുടത്തിലെ പകുതി കല്ലുകൾ അവ എടുത്ത് മാറ്റുക. അങ്ങനെ യുവാവ് പകുതി നിറഞ്ഞ മൺകുടവുമായി സന്യാസിയുടെ അടുത്തേക്ക് എത്തി. സന്യാസി പറഞ്ഞു, താങ്കൾ ഈ കല്ലുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് മിനുസപ്പെടുത്തി അതിൽ നിന്ന് ഒരു ചെറിയ പ്രതിമ നിർമ്മിച്ച് എനിക്ക് തരിക. താങ്കൾ ഒരു നല്ല ശില്പിയല്ലേ? യുവാവ് ഇത് കേൾക്കെ തൻ്റെ പണി ആരംഭിച്ചു. അദ്ദേഹം ഓരോരോ കല്ലുകളായി എടുത്ത് മിനുസപ്പെടുത്താൻ തുടങ്ങി. ഓരോന്നും
മിനുസപ്പെടുത്തി വരുമ്പോഴേക്കും അദ്ദേഹത്തിന് തോന്നും, ഇത് ശരിയായില്ല, മറ്റൊന്ന് ശ്രമിച്ചു നോക്കാം. ഇങ്ങനെ തൻ്റെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് ഓരോന്നും ശ്രമിച്ച് അവസാനം ഒരു കല്ലുകൊണ്ട് പോലും പ്രതിമ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആകെ വിഷമത്തിലായ യുവാവ് ചിന്തിച്ചിരിക്കുന്നത് കണ്ടിട്ട് സന്യാസി പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യൂ. താങ്കൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കല്ലെടുത്തുകൊണ്ട് താങ്കളുടെ കയ്യിൽ അതേ ഉള്ളൂ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പ്രതിമ നിർമ്മിക്കുക. യുവാവ് അങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹം താൻ നേരത്തെ ഉപേക്ഷിച്ച ഒരു കല്ലെടുത്തിട്ട് അതിനെ മിനുസപ്പെടുത്തി തുടങ്ങി. തനിക്ക് നേരത്തെ ഇത് പോരാ, ശരിയാവില്ല എന്ന് തോന്നിയ കല്ലാണ്. പക്ഷേ മിനുസപ്പെടുത്തും തോറും അദ്ദേഹത്തിന് തന്നെ വല്ലാണ്ട് അതിശയം തോന്നി. ഇതാണോ താൻ നേരത്തെ ഉപേക്ഷിച്ചത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് സമയമെടുത്തുകൊണ്ട് നല്ല പോലെ മിനുസപ്പെടുത്തി മനോഹരമായ ഒരു ശില്പം അദ്ദേഹം ആ കല്ലിൽ നിന്നും നിർമ്മിച്ച് സന്യാസിക്ക് കൊടുത്തു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ മനസ്സിലെ ചിന്തകളും ഈ കല്ലുകൾ പോലെയാണ്. ഒരുപാട് ചിന്തകൾ താങ്കളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ്. താങ്കൾ പൂർണ്ണമായും ഒന്നിൽ പോലും ശ്രദ്ധിക്കുന്നില്ല. മൊത്തത്തിൽ കൂട്ടിക്കുഴഞ്ഞൊരവസ്ഥ. താങ്കൾക്ക് ഒന്നുപോലും പ്രായോഗികമായി ബുദ്ധിപരമായി നേരിടാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ താങ്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? താങ്കൾ ഇവയിൽ ഏതെങ്കിലും ഒരു ചിന്തയിൽ അതിനെ മിനുസപ്പെടുത്തുമ്പോഴാണ് മനോഹരമായ പ്രതിമ നിർമ്മിച്ചതുപോലെ താങ്കളുടെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് താങ്കൾക്ക് എത്താൻ കഴിയുക. നമുക്ക് വിജയത്തിലേക്കുള്ള പാത അത് നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ തന്നെയുണ്ട്. നാം തന്നെയാണ് നമുക്ക് സ്വർഗവും നരകവും പണിയുന്നത്. നമ്മുടെ ചിന്തകളിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം തിരഞ്ഞെടുക്കുക. നമുക്ക് ഗുണപ്രദമായ ഒരു ചിന്ത, അതിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായി ഉറപ്പിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പതിയെ നടന്നു തുടങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് വ്യക്തമായ മനോഹരമായ ജീവിത ലക്ഷ്യം നിർമ്മിക്കാൻ സാധിക്കും.